B.Ed കോളേജിലെ മക്കളാണ്. ഏത് കോളേജാ? തോണിച്ചാല്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റർ. മോളുടെ പേര്? എന്റെ പേര് മിശ്രിയ. എവിടെ വീട്? എവിടെയാ? കണ്ണൂര്. എവിടെ? കണ്ണൂർ ഇരിട്ടി എന്ന് പറയും. ഓ, ഇരിട്ടിയുടെ പ്രത്യേകിച്ച് അത്രമേൽ പ്രകൃതി രമണീയമായ സ്ഥലം. അപ്പൊ ഇരിട്ടിയിൽ ഞങ്ങൾ വരുമ്പോ മോളുടെ വീട്ടിലേക്ക് വരും. ഉറപ്പായിട്ടും. അപ്പൊ എത്ര ദിവസത്തെ ക്യാമ്പാ? 7 ദിവസത്തെ. ഇത് എത്ര ദിവസമായി? ഇത് പിന്നെ 2ാമത്തെ ദിവസം. ആണോ? ഇരിട്ടിക്കാൽ തണുപ്പുണ്ടോ ഇവിടെ? നല്ല തണുപ്പാണ്. ക്യാമ്പ് എൻജോയ് ചെയ്യാണ്. അതെ, ഞാൻ പക്ഷെ ഹോസ്റ്റലിൽ നിന്നാ പഠിക്കുന്നത്, തോണിച്ചാല്. അപ്പം ഇന്നലെ രാത്രി നോക്കുമ്പോ തോണിച്ചാലിന്റെ അത്ര തണുപ്പോടെ ഉണ്ടായില്ല. രാവിലെ നല്ല തണുപ്പുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാൻ ട്വിൻ ആണ്. എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, പിന്നെ ഒരു അനിയനുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. പാട്ട് പാടുവോ? പാട്ട് പാടില്ല. നമുക്ക് വേണ്ടി. ഞാൻ അങ്ങനെ പാട്ട് പാടാറില്ല. എന്റെ മേഖല എന്ന് പറയുന്നത് എഴുത്തും വായനയാണ്. ഞാൻ ശ്രമിക്കാം. രേണുകെ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു വിടരുമ്പോളേതോ അടർന്നു വീണ രണ്ടിലകൾ നമ്മൾ. രേണുകെ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോളേതോ നനഞ്ഞ കൊമ്പിൽ നിന്ന് നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. അടിപൊളി, സൂപ്പറാണ് കേട്ടോ. മുരുകൻ കട്ടക്കട സാറിന്റെ അല്ലേ അടിപൊളി കവിതകള് എഴുതും ഒക്കെ ചെയ്യും. പിന്നെ എന്തെങ്കിലും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? പുസ്തകം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നല്ലൊരു കലാകാരിയായിട്ട് വരട്ടെ. എല്ലാവിധ ആശംസകളും. ടീച്ചർ ആവാൻ തന്നെ തിരഞ്ഞെടുത്തത് ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ട് ഞാൻ കാണുന്നത്. അല്ല, ഞാൻ ഡിഗ്രിക്ക് പോയത് UPSC എഴുതണം എന്നുള്ള ഒരു എയിം വെച്ചിട്ടായിരുന്നു. പിന്നെ ഉമ്മാക്ക് PhD എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് PGക്ക് പോയി. PG കഴിഞ്ഞപ്പോ പിന്നെ എന്താ പിന്നെ വീണ്ടും കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അല്ലാണ്ട് ഇതെന്റെ പ്രൊഫഷൻ അല്ല, ഒരിക്കലും പാഷനാണ്. എനിക്ക് ഇഷ്ടമാണ് പഠിപ്പിക്കാൻ. അങ്ങനെ ഇപ്പം ഞാൻ ഓൺലൈനായിട്ട് ടീച്ച് ചെയ്യുന്നുണ്ട് പിള്ളേരെ. ഇപ്പം ട്യൂഷൻ എടുത്തിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ്.